നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പട്ടണത്തിൽ ആരോഗ്യവകുപ്പിന്റെ വ്യാപക പരിശോധന. പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പട്ടണത്തിൽ ആരോഗ്യവകുപ്പിന്റെ വ്യാപക പരിശോധന. പഴകിയ ആഹാര സാധനങ്ങളടക്കം പിടിച്ചെടുത്തു. അഞ്ചൽ പുനലൂർ പാതയോരത്ത് ഓട കവിഞ്ഞു കിടക്കുന്നതിനാൽ മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ. ഇതോടെ ദുരിതമനുഭവിക്കുകയാണ് കാൽനട യാത്രക്കാർ. അഞ്ചൽ വക്കമുക്ക് തേജസ് പുരുഷ സ്വയം സഹായ സംഘം ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് DYFI കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചൽ പട്ടണത്തിൽ ആരോഗ്യവകുപ്പിന്റെ വ്യാപക പരിശോധന. പഴകിയ ആഹാര സാധനങ്ങൾ പിടികൂടി. അഞ്ചൽ സാമൂഹികാരോഗ്യ കേന്ദ്രം, അലയമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി അഞ്ചൽ പട്ടണത്തിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, കോഴിക്കടകൾ, മീൻ വിൽപ്പനശാലകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് വ്യാപകമായി പരിശോധന നടത്തിയത്. കഴിഞ്ഞ ആഴ്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ ആഴ്ചയും ഹോട്ടലുകൾ, റെയ്ഡുകൾ, കടകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ, കോഴിക്കടകൾ, ലാബുകൾ എല്ലാത്തിനും വീണ്ടും പരിശോധന നടത്തി പലവിധമായ ക്രമക്കേടുകളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം ഈ പരാതികൾ പരിഹരിച്ച് അത് വീണ്ടും ചെക്കിങ്ങിന് വരുമ്പോൾ പരാതി പരിഹരിച്ചില്ലെങ്കിൽ അത് അടച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. പഴയ ഗൾഫുകാർക്കൊക്കെ ഇതൊക്കെ അറിയാം. അതിന് പാക്കിംഗ് ഡേറ്റ് ഒന്നും ഇല്ല. മോഡേൺ ബേക്കറി മാർക്കറ്റ് ബന്ധപ്പെട്ട പ്രീ മൺസൂൺ ചെക്കപ്പാണ്. പ്രീ ഓണം ചെക്കപ്പാണ്. ഓണക്കാലത്ത് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. പല ഭക്ഷണ പദാർത്ഥങ്ങളിലും, പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ എക്സ്പയറി ഡേറ്റ് ഒന്നും കാണുന്നില്ല. പലവിധമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നടപടി ഉണ്ടാവും. അവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുകയും ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ച് ഒരാഴ്ചക്കകത്ത് വീണ്ടും ചെക്കപ്പ് നടത്തുമ്പോൾ പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നടപടി പേപ്പർ ഉടനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വില പട്ടിക ഇല്ലാതെ തോന്നിയ വില വാങ്ങുന്നതായിട്ടൊരു പരാതിയുണ്ടല്ലോ. ശ്രമിക്കേണ്ടതാണ്. വില പട്ടികയായിട്ട് നമ്മളുമായിട്ട് ബന്ധമില്ല. എന്നാലും നല്ല വലിയൊരു സംഭവമില്ല. റിപ്പോർട്ട് ചെയ്തില്ലയോ? നമുക്ക് ആഹാര പദാർത്ഥങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് ബന്ധപ്പെട്ട തീർച്ചയാണോ? ശരി കേട്ടോ. പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്നും ദിവസങ്ങൾ പഴക്കം ചെന്ന ആഹാര സാധനങ്ങളും പഴകിയ ഭക്ഷ്യവസ്തുക്കളും പിടികൂടി. ദിവസങ്ങളോളം പഴക്കമുള്ള മത്സ്യങ്ങൾ വിൽപ്പന നടത്തിയ മത്സ്യവ്യാപാര കേന്ദ്രങ്ങളും അടച്ചിടാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നോട്ടീസും നൽകി. കോഴിക്കടകൾ, പലചരക്ക് കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നതായും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്റ്റിൻ ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുദർശനൻ, റെജി കെ ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റാഫി, മധുസൂദനൻ നായർ, ശ്രീലത എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരാറുകാരനെ കയറൂരി വിട്ട് മരാമത്ത് വകുപ്പും മൈനിംഗ് ജിയോളജി വകുപ്പും മൗനത്തിൽ. കല്ലുവെട്ടാംകുഴി പൊതുശ്മശാന നിർമ്മാണത്തിന്റെ 18 ലക്ഷം രൂപ ബിൽമാറി നൽകുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് 10,000 രൂപ കോഴ വാങ്ങുകയും ബിൽ തുകയിൽ 3 ലക്ഷം രൂപ കുറച്ച് ബാക്കി തുക മാറി നൽകുകയുമായിരുന്നു. വീണ്ടും 3 ലക്ഷത്തോളം രൂപ തനത് ഫണ്ടിൽ നിന്നും മാറി നൽകാൻ പഞ്ചായത്ത് സമിതി തീരുമാനമെടുത്തെങ്കിലും കഴിഞ്ഞ 2 വർഷമായി പ്രസിഡന്റ് ഇടഞ്ഞു നിൽക്കുന്നതിനാൽ തുക മാറി കിട്ടിയില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച മരാമത്ത് പണികളുടെ ടെൻഡർ നടപടികൾ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വിളക്കുപാറ സ്വദേശിയായ കരാറുകാരൻ ജോസ് പഞ്ചായത്തിലെത്തി പ്രസിഡന്റിന് കോഴ നൽകിയ വിവരം വെളിപ്പെടുത്തി ബഹളമുണ്ടാക്കിയത്. സംഭവം ADV ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് കുളത്തൂപ്പുഴയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പ്രചരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
ഏരൂർ പഴയേരൂരിന് സമീപത്തെ വളവിൽ ലോറി മറിഞ്ഞ് തമിഴ്നാട് സ്വദേശി മരിച്ചു. ധർമ്മപുരി സ്വദേശി വെങ്കിടാചലമാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ഏരൂർ പഴയേരൂരിന് സമീപത്തെ വളവിൽ ലോറി മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് തമിഴ്നാട് ധർമ്മപുരി സ്വദേശി വെങ്കിടാചലം 35 വയസ്സാണ് മരിച്ചത്. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നും അഞ്ചൽ മാർക്കറ്റിലേക്ക് പച്ചക്കറിയുമായി വന്ന ലോറിയാണ് വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ നിക്ഷേപിച്ചു. മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. പോലീസിൽ പരാതി നൽകിയപ്പോൾ അപമാനിച്ചെന്നും നാട്ടുകാർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മന്ത്രി എത്തുന്ന ചടങ്ങിന് മുന്നോടിയായാണ് അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. മാലിന്യങ്ങൾ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ നിക്ഷേപിച്ചതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയതായി പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടിവെള്ളം പോലും മുട്ടിക്കുന്ന തരത്തിൽ അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയപ്പോൾ അവഗണനയാണ് ലഭിച്ചതെന്നും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ മാലിന്യം തങ്ങൾ തലയിൽ ചുമന്നു നടക്കണമോ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങളെ വീടിനടുത്ത് ഒരു വ്യക്തിയുടെ പുരയിടത്തിൽ ആ വ്യക്തിയുടെ മകൻ ഈ അഞ്ചൽ ചന്തയിൽ മാലിന്യം കൊണ്ടുവന്ന് അവിടെ ഒരു ടൺ കണക്കിന് മാലിന്യം കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് നമ്മൾ പരാതിയായിട്ട് DMO കൊടുത്ത്, കളക്ടറേറ്റിൽ കൊടുത്ത്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു, പിന്നെ പഞ്ചായത്തിൽ കൊടുത്തു. അങ്ങനെ കാണേണ്ട എല്ലാവരെയും കണ്ടു. പക്ഷേ ഇവരാരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ ഇതിനൊരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ പരിസരത്തുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാതായിരിക്കും. ഞങ്ങളിപ്പോൾ ചോട്ടുവെള്ളം കോരിക്കൊണ്ടുവന്നാണ് കുടിക്കുന്നത്. അതുപോലെ എനിക്കുള്ള കുഞ്ഞ് 7 വർഷമായിട്ട് ചികിത്സയിൽ RCCയിൽ. അവനിപ്പോൾ 10ലാണ് പഠിക്കുന്നത്. അവന് ഇനിയൊരു അസുഖം വന്നുകൂടാ. അവന് പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ഒരു പനിയോ ചുമയോ അങ്ങനെ ഒന്നും വന്നുകൂടാ. ഈ വ്യക്തിയെ വിളിച്ചത് അറിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചതാണ്, ഇവനെ അറിയാവുന്നതുകൊണ്ട്. അപ്പോഴവൻ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യത്തില്ല, മോൻ്റെ കാര്യം എനിക്കറിയാം, ഞങ്ങളവിടെ മീൻ വളർത്താനായിട്ടാണ് കുഴിയെടുക്കുന്നത്, പഞ്ചായത്തിൽ നിന്ന് പൈസയുണ്ട് മീൻ വളർത്താൻ എന്ന് പറഞ്ഞ് പരിസരവാസികളോടും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് അവൻ പറഞ്ഞത് വിശ്വസിച്ച്. പക്ഷേ ഈ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു രാത്രി 12 മണിക്ക് ശേഷം ഇതുപോലെ JCBയും അതിൽ വണ്ടി കൊണ്ടുവന്ന് ഇവിടുന്ന് മാലിന്യം കൊണ്ടുവന്ന് ഇടുന്നു. നേരം വെളുത്ത് ഒരു 5 മണി വരെ ഉണ്ടായിരുന്നു. ഈ കുഴിച്ചിട്ട ഈ വ്യക്തിയുടെ വീട് ഈ ഇതിന് മുകളിലാണ്. അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ വർത്തമാനം അങ്ങനെയാണ്. ഈ വെള്ളം മുകളിലേക്ക് ഒഴുകത്തില്ലല്ലോ, നീരുറവ താഴേക്കാണ് പോകുന്നത്. ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇത് അനുഭവിച്ചോട്ടെ, എന്നെ ഇത് ബാധിക്കത്തില്ല എന്നുള്ള പ്രശ്നം. 5-ാം തീയതി രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടന്നിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുഴുവൻ നമ്മളിതുമായിട്ട് പരാതി കൊടുത്തു. അപ്പം നമുക്കിത് അറിയാൻ കഴിഞ്ഞത് ഇതിൽ പിന്നെ നമുക്ക് മുകളിൽ വളരെ ശക്തമായ ഒരു ഇടപെടി എല്ലാവരുടെ ഭാഗത്തും. അഞ്ചൽ പഞ്ചായത്തിൽ നിന്ന് ഈ മാലിന്യം പിന്നെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടെന്ന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇതിനകത്ത് അതൊന്നും പാലിച്ചില്ല. കാരണം ഈ ഇവിടെ മന്ത്രി പങ്കെടുത്ത് നടത്തപ്പെടേണ്ട പരിപാടിയുടെ ഭാഗമായിട്ടാണ് അഞ്ചലിൽ മാലിന്യം നീക്കം ചെയ്തത്. ഇതിൽ ഏകദേശം 4 ടെൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പൈസ കുറച്ച് ഇവരാണ് കൊട്ടേഷൻ കൊടുത്തത്. പാണയത്ത് സത്യരാജ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറുടെ പേരിലാണ് ഇവർ ഈ കൊട്ടേഷൻ കൊണ്ടിട്ടുള്ളത്. എന്നിട്ട് കൊണ്ടുവന്ന് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. സാമ്പത്തികം കിട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കി ആ പ്രദേശവാസികളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചു അവിടെ കൊണ്ടുവന്ന് ഈ തൊട്ടപ്പുറത്ത് 105 വയസ്സുള്ള ഒരമ്മ താമസിക്കും. അതിവരെല്ലാം വിധിക്കുന്നതാണ്. അതുപോലെ ക്യാൻസർ പേഷ്യൻ്റായ ഒരു കുട്ടി അധിവസിക്കുന്നു. അപ്പോൾ ഇത് പഞ്ചായത്തിൽ പരാതി കൊടുത്തു, ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൽ, കളക്ടർക്ക്, അതുപോലെ അഞ്ചൽ പോലീസിൽ നമ്മൾ ഈ പരാതിയായിട്ട് ചെന്നപ്പോഴത്തെ SIയുടെ മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് തലയിൽ ചുവന്നുകൊണ്ട് നടക്കണം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്നുണ്ടായത്. ആ സ്ഥലം സന്ദർശിക്കാൻ പോലും ഉള്ള ഒരു സാമാന്യ മര്യാദ പോലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പുനലൂർ പാതയോരത്ത് ഓട കവിഞ്ഞു കിടക്കുന്നതിനാൽ മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ. അഞ്ചൽ പുനലൂർ പാതയോരത്ത് ത്രിവേണിക്ക് സമീപത്തായാണ് ഓട അടഞ്ഞുകിടക്കുന്നതിനാൽ ഓടയിലൂടെ ഒഴുകേണ്ട മലിനജലം റോഡിലൂടെ ഒഴുകുന്നത്.
അഞ്ചൽ പട്ടണത്തിലെ വ്യാപാരശാലകൾ, ഹോട്ടലുകൾ, ഇറച്ചിക്കടകൾ തുടങ്ങിയ ഇടങ്ങളിൽ അടക്കമുള്ള മാലിന്യങ്ങൾ ഒഴുകുന്ന ഓടയാണ് മണ്ണിടിഞ്ഞു വീണ് മൂടപ്പെട്ടത്. മലിനജലം വലിയ ദുർഗന്ധത്തോടെയാണ് റോഡിലൂടെ ഒഴുകുന്നത്. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രികർ. മലിനജലം റോഡിലൂടെ ഒഴുകുന്നതിന് പരിഹാരം കാണാൻ അധികൃതർ ശ്രമിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്രികരുടെയും ഇരുചക്ര വാഹന യാത്രികരുടെയും പുറത്ത് മലിനജലം തെറിച്ചു വീഴുക പതിവാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. വർഷമായിട്ട് ഈ റോഡിൽ കൂടി ഇങ്ങനെ ഓട പൊട്ടിയൊലിക്കുന്ന ഒരു സംഭവമാണ് ഈ അഞ്ചൽ ഈസ്റ്റ് ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി വരുന്ന ഒരു മെമ്പർമാർ ഇത് ചെയ്യാനോ മറ്റുള്ളവർക്ക് താല്പര്യമില്ല. ഇനിയുള്ള മെമ്പർമാരെങ്കിലും ഇതിനെ കുറിച്ചൊരു പൊതു താല്പര്യം. സ്കൂൾ കുട്ടികൾക്കാണോ കൂടുതലും? ഏറ്റവും കൂടുതൽ ദ്രോഹം മറ്റുള്ള കാൽനടക്കാർക്കുമാണ് ഇതിന് കൂടുതൽ ഉത്തരവായിട്ടിരിക്കുന്നത്. പിന്നെ അയലത്തുള്ള കടക്കാർക്കും മറ്റുള്ള എല്ലാവർക്കും ഇതൊരു ഉദ്ദേശമായി ദുർഗന്ധമാണ്. വൈകുന്നേരം ഒരു 4 തൊട്ട് 6 വരെ ഭയങ്കര ദുർഗന്ധം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ, കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തി നിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ പദയാത്ര നടത്തി. KPCC നിർദ്ദേശപ്രകാരം നടന്ന പദയാത്രയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ ജാഥ ക്യാപ്റ്റനായിരുന്നു. ഇവിടെ ഭരിക്കുന്നു. വളരെ കാലത്തിനു ശേഷം കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റും ഭരിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഒരുപാട് കള്ളം പറഞ്ഞ്, കള്ളം കാണിച്ച്, നുണ പറഞ്ഞ്
വാഗ്ദാനങ്ങൾ നൽകി ആകർഷകമായ മണ്ഡലം പ്രസിഡന്റായ എനിക്ക് പോലും ആകർഷകമായി തോന്നുന്ന വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞത്. സ്വിസ് ബാങ്കിൽ ഇന്ത്യയിലെ കള്ളപ്പണക്കാരുടെ പണം കുന്നുകൂടി കിടക്കുകയാണ്. അതിൽ സോണിയാഗാന്ധിയുടെ പേരിൽ പണമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേരിൽ പണമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേരിൽ പണമുണ്ട് എന്ന് രാത്രി 9 മണിയുടെ ചാനൽ ചർച്ചകളിൽ ചാനൽ വിശാരദന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു, ഈ പണമെല്ലാം ഞങ്ങൾ കൊണ്ടുവരും, ഒരാളിന് 15 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. 15 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്കാർക്കും ഒരു ദോഷവും വരുന്ന കാര്യമല്ല. അഴിമതി നിറഞ്ഞ നെറികെട്ട ഭരണത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടമാടുന്ന ജാതീയ പ്രീണനത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് അഞ്ചൽ പഞ്ചായത്തിന്റെ ഗ്രാമ രാവിലെ തഴമേൽ ചൂരക്കുളത്ത് KPCC സെക്രട്ടറി ചാമക്കാല ജ്യോതികുമാർ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെ കടന്നുപോയ പദയാത്ര വൈകിട്ട് ARM ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധു XMLA ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, അഡ്വക്കേറ്റ് അഞ്ചൽ T സജീവ്, വലിയവിള വേണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ വക്കമുക്ക് തേജസ് പുരുഷ സ്വയം സഹായ സംഘം ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. 10 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന അഞ്ചൽ വക്കമുക്ക് തേജസ് പുരുഷ സ്വയം സഹായ സംഘം ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി രക്തദാനസേന പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടു കൂടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുക, കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് കൃഷി കുടുംബ കൃഷിയാക്കി മാറ്റാൻ മുന്നോട്ട് വരുന്നവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നെല്ലാം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നാടിന് മാതൃകയായി ഈ തേജസ് പുരുഷ സ്വയം സഹായ സംഘം ഏറ്റെടുത്ത് നടത്തി വരുന്നു എന്നതറിയുന്നതിൽ ഈ നാട്ടിലെ എല്ലാവരും സന്തോഷിക്കുന്നതോടൊപ്പം ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി എല്ലാം മറന്നു ഒത്തു ചേർന്നുകൊണ്ടുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തേജസ് പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് AT തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി V സതീശൻ സ്വാഗതം പറഞ്ഞു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, വാർഡ് മെമ്പർ രഞ്ജു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രശസ്ത സ്പ്രിംഗ് മാറ്റേഴ്സ് നിർമ്മാതാക്കളായ റെപ്പേഴ്സിന്റെ പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം അഞ്ചലിൽ ആരംഭിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇന്ത്യയിലെ പ്രധാന മാട്രസ് നിർമ്മാതാക്കളായ റെപ്പോസ് അഞ്ചലിൽ പുതുതായി എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിക്കുന്നു. ജില്ലയിൽ റെപ്പോസ് പ്രോഡക്റ്റുകൾക്ക് ലഭിച്ച വലിയ പിന്തുണയാണ് പുതുതായി എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിക്കാൻ പ്രചോദനമായതെന്ന് സെയിൽസ് മാനേജർ സുനിൽകുമാർ, ഷോറൂം ഡീലർ പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെപ്പോസ് മാട്രസ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇന്ത്യ ഒട്ടാകെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് മാട്രസ് കമ്പനിയാണ്. കോയമ്പത്തൂരാണ് ഞങ്ങളുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഫാക്ടറി റെപ്പോസ് പണിപ്പുരയിലാണ്. വരുന്ന ജനുവരിയിൽ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. 2017 ജനുവരിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 100 കോടിയോളം ടേൺ ഓവർ ചെയ്യുന്ന ഒരു വലിയ മാട്രസ് കമ്പനിയായി റെപ്പോസ് മാറിയിരിക്കുകയാണ്. കേരളം ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ മാർക്കറ്റിൻ്റെ ഒരു ഘടകമാണ്, പ്രത്യേകിച്ച് കൊല്ലം ജില്ല. ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തതും കൊല്ലം ജില്ലയിലാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത 2.5 വർഷക്കാലത്തിന് മുമ്പ് കൊല്ലം ജില്ലയിലായിരുന്നു. അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ റെപ്പോസിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ കമ്പനി പ്രതിനിധികൾ പരിചയപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ നിരവധി പത്ര, ദൃശ്യ, മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള.
PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. കോർപ്പറേറ്റ് ഫാസിസ്റ്റ് വാഴ്ചയെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി AIYF തടിക്കാട്ടിൽ ദേശാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AIYFന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് വാഴ്ചയെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി തടിക്കാടിൽ ദേശാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ ഭരണാധികാരികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ, അവരുടെ സംഭാവനകൾ രാജ്യം പരിശോധിക്കുമ്പോൾ അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെ അപൂർവം രാജ്യങ്ങളിൽ അവയുടെ പട്ടികയിലാണ് പല കാര്യങ്ങളിലും നമ്മൾ. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള യുവതി യുവാക്കന്മാർ അധിവസിക്കുന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. ഏറ്റവും കൂടുതൽ വീടില്ലാത്തവരുടെ പട്ടിക പരിശോധിച്ചാൽ ഭവനരഹിതരായിട്ടുള്ളവർ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഭൂമിയില്ലാത്തവരുടെ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലുള്ളവർ ഇന്ത്യയിലാണ്. പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ജീവിതത്തിൽ ക്ലേശങ്ങൾ മാത്രം അനുഭവിക്കുന്നവരുടെയും കഥകൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്നത് ഇന്ത്യയിലാണ്. AIYF മണ്ഡലം പ്രസിഡന്റ് EK സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPI അറക്കൽ ലോക്കൽ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി S സുധീർ സ്വാഗതം പറഞ്ഞു. AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈശാഖ് സീദാസ്, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ്, CPI ജില്ലാ കൗൺസിൽ അംഗം ലിനു ജമാൽ, അഞ്ചൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ലെനു ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെയും വെട്ടിക്കവല കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി ലോക്സഭാംഗം കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കവല സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്രിജേഷ് അബ്രഹാം കർഷകർക്ക് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ശ്രീ K. തോമസ്, ശ്രീമതി മായാകുമാരി, ചരുവിള വീട്. ഇത് വനിതാ മികച്ച വനിതാ കർഷകയാണ്. മേഖല തിരിഞ്ഞ് കൃഷി ഓഫീസർ നസിയ ഷെരീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ ആസീസ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടിജു യോഹന്നാൻ, K. അശോകൻ, റെജിമോൻ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമ കുര്യൻ, മറിയാമ്മ ജോസഫ്, പനവേലി മാത്തിക്കുട്ടി, R. പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ
കർഷക ദിനാചരണം നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഗമായി വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തും വെട്ടിക്കോല കൃഷിഭവൻ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് ചടങ്ങ് അറിയിച്ചിരുന്നതാണ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട എം.പി. ആയിരുന്നു. അദ്ദേഹത്തിന് മേലിലായും ഉമ്മന്നൂരും മൈലവും കുളക്കരയും കൊട്ടാരക്കരയും എഴുകോണം നിലവത്തൂരും ഒക്കെ ഈ കർഷക ദിനം ഉദ്ഘാടനം ഉള്ളതുകൊണ്ട് അദ്ദേഹം വന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഇവിടെ നിന്നും പോയി. ഈ ഭരണസമിതിയുടെ അവസാനത്തെ കർഷക ദിനമാണ് ഇന്നിവിടെ ആചരിക്കുന്നത്. അടുത്ത തവണ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നില്ല. എന്തായാലും ആദ്യമേ ആദ്യത്തെ വർഷം ഞങ്ങൾ വന്ന് കർഷക ദിനം ആചരിക്കുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഈ കർഷക ദിനത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആദ്യമൊക്കെ നമ്മൾ പച്ചക്കറികൾ, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ മുഴുവനായി തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഇനി 5ാം വർഷത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം എല്ലാവർക്കും ഓരോരോ വീട്ടിൽ 1 സെന്റുള്ളായാലും 5 സെന്റുള്ളവരായാലും കടത്തിലെ മട്ടുപ്പാവ് കൃഷി ഉൾപ്പെടെ അവരവരുടെ ആവുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ കഴിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കർഷകരെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സേവിക്കുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒരു ഫലപ്രാപ്തിയാണ് ഇതിന് മുമ്പുള്ള ഭരണസമിതി അതുപോലെ തന്നെ ഈ ഭരണസമിതി ഒക്കെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഡിവൈഎഫ്ഐ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് പ്രശാന്ത്, സെക്രട്ടറി സജ്ജാദ്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജു സുരേഷ്, അഡ്വക്കേറ്റ് സൂരജ്, അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ പട്ടണത്തിൽ ആരോഗ്യവകുപ്പിന്റെ വ്യാപക പരിശോധന. പഴകിയ ആഹാര സാധനങ്ങളടക്കം പിടിച്ചെടുത്തു. അഞ്ചൽ പുനലൂർ പാതയോരത്ത് ഓട കവിഞ്ഞു കിടക്കുന്നതിനാൽ മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ. ഇതോടെ ദുരിതമനുഭവിക്കുകയാണ് കാൽനട യാത്രക്കാർ. അഞ്ചൽ വക്കമുക്ക് തേജസ് പുരുഷ സ്വയം സഹായ സംഘം ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.